അല്ലാഹു പറയുന്നു അർറൂഹു മിൻ അംരി റബ്ബി. അല്ലാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ് റൂഹ് എന്നത്, ആത്മാവെന്നത്. അതാർക്കും തന്നെ അതിനെ വിവരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. എന്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ റൂഹില്ലാതെ അവന് യാതൊരു കാര്യങ്ങളും നടക്കില്ലല്ലോ. ആ റൂഹ്, ആത്മാവ് രാജാവല്ലെങ്കിൽ പിന്നെ എന്താ രാജാവാവുക? അവന്റെ തലയാണോ രാജാവല്ല, അവന്റെ ശിരസല്ല, അവന്റെ കാലല്ല, കൈകളല്ല, അവന്റെ നാവല്ല, അവന്റെ കണ്ണുകളല്ല, കാതുകളല്ല. ഏറ്റവും അങ്ങേ തലക്കെടുത്തിയിട്ട് പറഞ്ഞാൽ അവന്റെ ഹൃദയമല്ലല്ലോ രാജാവ്. രാജാവ് ആത്മാവ് തന്നെയാണ്, സംശയമില്ല. എന്തുകൊണ്ട്? ആ ആത്മാവിനെ പറ്റി പടച്ചവന് മാത്രമേ അറിയുകയുള്ളൂ. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ നബി തങ്ങൾക്ക് പോലും അതിന്റെ വിവരണം നൽകിയിട്ടില്ലെങ്കിൽ എന്റെ സഹോദരങ്ങളെ, അല്ലാഹു തന്നതാണ് നമ്മുടെ ശിരസ്, ശരീരം, നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും. പക്ഷേ അല്ലാഹു നേരിട്ട് അവനിൽ നിന്ന് തന്നത് നമ്മുടെ തലയല്ല, അത് നമ്മുടെ ഖൽബല്ല, അത് നമ്മുടെ കൈയല്ല, കാലുകളല്ല. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഫഇദാ സവൈതുഹു വനഫഖതു ഫീഹി മിർ റൂഹി. മനുഷ്യന്റെ കോലത്തെ ഞാൻ രൂപപ്പെടുത്തിയിട്ടതിനെ പൂർത്തീകരിച്ചപ്പോ അവന്റെ കോലം ഏറ്റവും നല്ല കോലത്തിലേക്ക് ഞാൻ മാറ്റിയപ്പോൾ അവന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ഉദരത്തിനകത്ത്, ഗർഭാശയത്തിനകത്ത് അവന്റെ രൂപത്തെ ഞാൻ എല്ലാ നിലയ്ക്കും ഏറ്റവും മെച്ചപ്പെട്ട രൂപമാക്കി മാറ്റിയപ്പോൾ വനഫഖതു ഫീഹി മിർ റൂഹി, എന്റെ റൂഹിൽ നിന്ന് ഞാൻ അവനെ ഊരിക്കൊടുത്തു. സഹോദരങ്ങളെ, നമ്മുടെ കൈ അല്ലാഹു തന്നതാണ്, പക്ഷേ പടച്ചവന്റേതല്ല. നമ്മുടെ കാലുകൾ അല്ലാഹു തന്നതാണ്, പക്ഷേ പടച്ചവന്റേതല്ല. അല്ലാഹുവിന്റേതെന്ന് പറയാ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നമ്മളിൽ എന്താണോ ബാക്കിയുള്ളത് അത് ഒന്നേ ഒന്ന് മാത്രമാണ്. അതത്രേ ആത്മാവ്. അത് പടച്ചവൻ നമുക്ക് തന്നതാണ്. ആരും അറിയാതെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ പോലും അറിഞ്ഞില്ലല്ലോ. 4 മാസം 3 പിന്നിട്ട് ഉമ്മയ്ക്ക് 4-ാം മാസം ഗർഭപീരിടെത്തുമ്പോ ഉമ്മ പോലും അറിയാതെ ഉമ്മയുടെ ഗർഭാശയത്തിനകത്തേക്ക് ഒരു മലക്ക് കടന്നു വരികയാ. ആ മലക്ക് നമ്മളാകുന്ന ഭ്രൂണത്തെ എടുത്തു വെച്ചിട്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാഹുവേ, ഞാനിതിൽ റൂഹ് ഊതണോ വേണ്ടയോ? ആ സമയത്ത് പടച്ചവന് റൂഹ് ഊതുകയാ. ആ റൂഹ് ഊതിയപ്പോഴല്ലേ നമ്മുടെ കണ്ണ് ചലിക്കാൻ തുടങ്ങിയത്, കണ്ണിമ വെട്ടാൻ തുടങ്ങിയത്, ഹൃദയം ഇടിക്കാൻ തുടങ്ങിയത്, കാലുകൊണ്ട് ഉമ്മയുടെ വയറിനെ ചവിട്ടി തൊടിക്കാൻ തുടങ്ങിയ മോനെ. അത് എപ്പോഴാണ്? അല്ലാഹു പറയുന്നു, ഫൈദാ സവൈതുഹു വനഫഖതു ഫീഹി മിർ റൂഹി, അവന്റെ റൂഹിനെ ഞാൻ ഊതിക്കൊടുക്കുകയാണ്. ഈ ആത്മാവ് രാജാവല്ലെങ്കിൽ പിന്നെ ഏത് അവയവമാണ് രാജാവാവുക? ഖൽബ് രാജാവാകാൻ പറ്റുമോ? തലയ്ക്ക് രാജാവാകാൻ പറ്റുമോ? കണ്ണിന് രാജാവാകാൻ പറ്റുമോ? ഇതൊന്നും പ്രിയപ്പെട്ടവരെ രാജാവല്ല. രാജാവ് ഒന്നേ ഒന്ന് മാത്രം.